റിപ്പോർട്ടർ ബിഗ് ഇലക്ഷൻ ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊരുങ്ങി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. കോട്ടയം ജില്ലയിലെ BJPയുടെ A ക്ലാസ് മണ്ഡലമായ കാഞ്ഞിരപ്പള്ളിയിൽ കേന്ദ്രമന്ത്രിയെ കളത്തിലിറക്കി വിജയം ഉറപ്പുവരുത്താനാണ് നീക്കം. BJP സെൻട്രൽ സോൺ പ്രസിഡന്റ് N ഹരി, ന്യൂനപക്ഷ മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നോബിൾ മാത്യു എന്നിവരും പരിഗണനയിലുണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് 30,000-നടുത്ത് വോട്ടുകൾ ലഭിച്ച മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി. അഖിൽ കെയും VS രഞ്ജിത്തും ചേരുന്നു. അഖിൽ, ഗുഡ് മോർണിംഗ് അഖിൽ. കാഞ്ഞിരപ്പള്ളിയിൽ ഇത്തവണ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളുടെ ഇടിയാണല്ലോ. BJPയിൽ 3 പേരെ ഇപ്പോൾ പരിഗണിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തവണ അൽഫോൺസ് കണ്ണന്താനം മത്സരിച്ചതാണ്. അപ്പോൾ പോലും 30,000-നടുത്ത് വോട്ടുകൾ പിടിക്കാൻ സാധിച്ചു. ഇത്തവണ കേന്ദ്രമന്ത്രിയെ തന്നെ നേരിട്ട് കളത്തിലിറക്കാനാണോ തീരുമാനം? പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പരിപാടികളെല്ലാം ഏകദേശം പൊളിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് BJP. ഈ ഘട്ടത്തിലും ആത്മവിശ്വാസത്തോടെ കാഞ്ഞിരപ്പള്ളിയിൽ കേന്ദ്രമന്ത്രിയെ തന്നെ ഇറക്കി ഒരു പരീക്ഷണം നടത്തുമോ? ഇനി ജോർജ് കുര്യൻ അല്ലെങ്കിൽ ഹരിയുടെ പേര് കേൾക്കുന്നു, നോബിളിന്റെ പേരും കേൾക്കുന്നു, അല്ലേ അഖിൽ? ഡോക്ടർ അരുൺകുമാർ, തീർച്ചയായും അത് തന്നെയാണ്. അതായത് കാഞ്ഞിരപ്പള്ളിയാണ് കോട്ടയം ജില്ലയിലെ BJPയുടെ A ക്ലാസ് മണ്ഡലം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളൊന്ന്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് K സുരേന്ദ്രൻ പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോൾ 37,000 വോട്ട് ലഭിച്ചു. അതിനുശേഷം മനോജ് വന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചാൽ 31,000 ലഭിച്ചു. പിന്നീട് അനിൽ ആന്റണി നിയമസഭയിലേക്ക് പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോൾ 30,000-ന് മുകളിൽ, കണ്ണന്താനം മത്സരിച്ചപ്പോൾ 30,000 അടുത്ത് വോട്ട്. അങ്ങനെ കൃത്യമായ ഒരു 30,000-നടുത്ത് വോട്ട് BJPക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി. അവിടേക്ക് ജോർജ് കുര്യനെ പോലെ കേന്ദ്രമന്ത്രിമാർത്തിലിരിക്കുന്ന ഒരു വ്യക്തി ഇറക്കുമ്പോൾ അത് കൂടുതൽ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് BJP കരുതുന്നത്. അതും കേന്ദ്രത്തിന്റെ തന്നെ ഒരു നിർദ്ദേശമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു നിർദ്ദേശം നിലവിൽ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ആ പ്രഥമ പരിഗണന ജോർജ് കുര്യന്റെ പേര് തന്നെയാണ് BJPയിൽ ഉയർന്നു വരുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് 2 പേരുകൾ കൂടി പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. സാമുദായിക സമവാക്യങ്ങൾ, അതായത് ഈ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിന്റെ സമുദായ സമവാക്യങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് N ഹരിയുടെ പേര് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളിക്കാരൻ എന്ന പരിഗണന വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നോബിൾ മാത്യുവിന്റെ പേര് പരിഗണിക്കുന്നത്. അദ്ദേഹം ദേശീയ വൈസ് പ്രസിഡന്റാണ്, ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ആണെങ്കിൽ പോലും ഈ കാഞ്ഞിരപ്പള്ളിക്കാരൻ കൂടിയാണ്. അത് പരിഗണിച്ചാണ് ഈ പേരുകൾ പരിഗണിക്കുന്നത്. എന്തായാലും പ്രഥമ പരിഗണന അത് ജോർജ് കുര്യനാണ് എന്ന് തന്നെയാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോഴും പൂർണ്ണമായും ഈ ജോർജ് കുര്യനാണ് എന്ന് ഇപ്പോഴും ഉറപ്പിച്ചിട്ടില്ല എന്നുള്ള മറ്റൊരു കാര്യം തന്നെയാണ്. ഈ കഴിഞ്ഞ തവണ, അതായത് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികളോട് ഒന്ന് മത്സരിക്കുന്ന ഒരു സ്ഥിതി, കാരണം അൽഫോൺസ് കണ്ണന്താനം കഴിഞ്ഞ തവണ മത്സരിച്ചു. അങ്ങനെ കാഞ്ഞിരപ്പള്ളിക്ക് പുറത്തുള്ളവർ മത്സരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ജോർജ് കുര്യന് കൂടുതൽ പരിഗണന നൽകും. അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയെ മത്സരിപ്പിക്കുന്നു, അതായത് V മുരളീധരനും കണ്ണന്താനം ഒക്കെ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോഴും മത്സരിച്ച ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ ജോർജ് കുര്യന്റെ പരിഗണന കൂടുന്നു, അല്ലെങ്കിൽ പ്രാധാന്യം കൂടുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അപ്പോഴും ഈ N ഹരി, അതായത് ഈ സെൻട്രൽ സോണിന്റെ BJPയുടെ അധ്യക്ഷനാണ് അദ്ദേഹം, N ഹരിയുടെ പേരും പ്രധാനമായി ഇവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഒപ്പം ഈ നോബിൾ മാത്യുവിന്റെ, കാഞ്ഞിരപ്പള്ളിക്കാരനായതുകൊണ്ട് തന്നെ നോബിൾ മാത്യുവിന്റെ പേര് കൂടി പരിഗണിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരുൺകുമാർ, ഓക്കെ, VS രഞ്ജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. VS രഞ്ജിത്ത്, വിജയസാധ്യതയുള്ള ഒറ്റ മണ്ഡലവും A ക്ലാസ് മണ്ഡലവും BJP തഴയുന്നില്ല. അവിടെയൊക്കെ പ്രമുഖരെ തന്നെ കളത്തിലിറക്കാനാണ് തീരുമാനം. എന്തായാലും സുരേഷ് ഗോപി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ മത്സരിച്ച് വിജയിച്ചാൽ ലോക്സഭാ സീറ്റ് ഒഴിയുകയാണെങ്കിൽ തിരിച്ചു വീണ്ടും സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരാൾ വന്നില്ലെങ്കിൽ തൃശ്ശൂർ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിലവിൽ ജോർജ് കുര്യനെ മത്സരിപ്പിക്കാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ശരിയാണോ VS രഞ്ജിത്ത്? ഡോക്ടർ, തീർച്ചയായിട്ടും ജോർജ് കുര്യനെ മത്സരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം കേന്ദ്രമന്ത്രിമാരിൽ ഇവിടെ വന്ന് മത്സരിക്കാൻ അവസരമുണ്ടാവുക ആകെ ജോർജ് കുര്യന് മാത്രമായിരിക്കും. നേരത്തെ നമുക്കറിയാം, ഈ രാജീവ് ചന്ദ്രശേഖരും V മുരളീധരനും ഒക്കെ മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ V മുരളീധരൻ മത്സരിക്കുകയും ചെയ്തിരുന്നു. ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹം നേമത്ത് മത്സരിക്കും എന്നുറപ്പാണ്. V മുരളീധരൻ കേന്ദ്രമന്ത്രിയല്ല, പക്ഷെ അദ്ദേഹം നേരത്തെ മത്സരിച്ച കഴക്കൂട്ടത്ത് മത്സരിക്കും. നിലവിൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ വരികയാണെങ്കിൽ കേന്ദ്രമന്ത്രി കൂടി മത്സരത്തിനിറങ്ങുന്നു എന്നൊരു പ്രതീതി, ഒപ്പം ഒരു താര സ്ഥാനാർത്ഥി കൂടിയായി അദ്ദേഹം കളത്തിലിറങ്ങും. കാരണം അദ്ദേഹം നിലവിൽ കേന്ദ്രമന്ത്രിയാണ്. ആ പരിവേഷത്തോടു കൂടി കളത്തിലിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി വോട്ടുകൾ പിടിക്കാൻ സാധിക്കും. മാത്രവുമല്ല, BJPയിൽ വളരെ പരമ്പരാഗതമായി ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഒക്കെ വരുന്നതിന് മുൻപ് തന്നെ BJPക്കാരനായി മാറിയ നേതാവാണ് ജോർജ് കുര്യൻ. അതുകൊണ്ട് ഒരു ഔട്ട്റീച്ചും ഇല്ലാതെ തന്നെ ക്രിസ്ത്യാനികൾക്കിടയിലും മറ്റ് സമുദായങ്ങൾക്കിടയിലും ഒക്കെ സ്വാധീനമുള്ള ഒരു നേതാവ് എന്ന രീതിയിൽ തന്നെയായിരിക്കും ജോർജ് കുര്യനെ പരിഗണിക്കുന്നുണ്ടാവുക. പക്ഷെ അവിടെ നേരത്തെയൊക്കെ അൽഫോൺസ് കണ്ണന്താനമൊക്കെ വന്ന് മത്സരിച്ച മണ്ഡലമാണ്, അനിൽ ആന്റണി മത്സരിച്ച മണ്ഡലമാണ്. അതിനപ്പുറത്തേക്ക് അവിടത്തുകാരായിട്ടുള്ള N ഹരിയെയും നോബിളിനെയും ഒക്കെ പരിഗണനയിലുണ്ട്. ജോർജ് കുര്യന് ഏറ്റവും പരിഗണന കൊടുക്കുന്ന, ജോർജ് കുര്യൻ മത്സരിക്കാൻ ഉണ്ടാകുമെന്നറിയുന്നു, അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്ന ഒരു മണ്ഡലമായിരിക്കും കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്നു. ഓക്കെ, താങ്ക് യു. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കൊരു കുഞ്ഞിടവേള വേണം. എന്തായാലും ഇത്തവണ തെരഞ്ഞെടുപ്പിന്
സ്റ്റാർ മണ്ഡലങ്ങൾ ഒരുപാട് ഉണ്ടാവും എന്നത് ഉറപ്പാണ്. 140 മണ്ഡലങ്ങളും ഇത്തവണ ശ്രദ്ധയാകർഷിക്കും എന്നുള്ളതാണ്. സാധാരണ ഇതിൽ ഒരു 10-20 മണ്ഡലങ്ങളൊക്കെയാണ് സ്റ്റാർ കോൺസ്റ്റിറ്റ്യുവൻസികളായിട്ട് മാറുന്നത്. ഇത്തവണ അതിൻ്റെ എണ്ണം 100ഓടടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജീവൻ മരണം പോരാട്ടമാണ് കേട്ടോ ഈ ഇരു മുന്നണികൾക്കും. BJP ആണെങ്കിൽ അവരുടെ വോട്ട് വിഹിതം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഉയർത്തിയേ മതിയാവൂ. അത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് പോലും ആവശ്യമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി. അതുകൊണ്ട് ഇതെല്ലാം തിരിച്ചു പിടിക്കണം. 3 മുന്നണികൾക്കും ജീവൻ മരണ പോരാട്ടമാണ്. റിപ്പോർട്ടർ ഈ രാഷ്ട്രീയ അടിയൊഴുക്കുകളും തെരഞ്ഞെടുപ്പിന്റെ വാർത്തകളും എല്ലാം അതിവേഗം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ദ കംപ്ലീറ്റ് ഇലക്ഷൻ ചാനൽ റിപ്പോർട്ടർ.